എപ്പോഴും ജീവനെ പേടിച്ച് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റുന്നില്ല. ഈ വീട് കണ്ടിട്ട് എത്ര ദിവസമായി. ഞങ്ങൾക്ക് ഇവിടെ കയറാൻ എന്തെങ്കിലും ചെയ്ത് സഹായം ചെയ്ത് തരണം. ഇപ്പോഴും നോക്കാൻ സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഞങ്ങളെ കൊല്ലാൻ വരുന്നവരടുത്ത് എങ്ങനെ ചെന്ന് കയറാനാ? അപ്പം ഞങ്ങൾ ജീവനെടുത്ത് അടങ്ങത്തോളെന്നും പറഞ്ഞ് നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. നമസ്കാരം, ഞാൻ നെടുമ്പന ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ളൊരു വീടിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഈ വീട് അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം, നല്ല ഒരു വീടാണ്. ഈ വീടുണ്ടായിട്ട് പോലും ഈ കൊച്ചുമോൾക്കും അമ്മയ്ക്കും ഒരു നേരം പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. കാരണം സ്വന്തം സഹോദരന് മാനസിക വിഭ്രാന്തി മൂലം സ്വന്തം അച്ഛനെ നഷ്ടപ്പെടുവാൻ ഇദ്ദേഹം തന്നെയാണ് കാരണമെന്നും കൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് അറിയാവുന്നതാണ്. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു വീട് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് ഒരു നേരം കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിത് വന്ന് കണ്ടത്. സ്വന്തമായി വീടുണ്ടായിട്ടും അതിൽ ഒരു നേരം പോലും സന്തോഷത്തോടെ ഇരിക്കുവാനോ മനസമാധാനത്തോടുകൂടി അന്തിയുറങ്ങുവാനോ പോലും സാധിക്കാതെ ഒരു കുടുംബം. മാനസിക വിഭ്രാന്തിയുള്ള സഹോദരനെ ചികിത്സിച്ചതിന്റെ പേരിലാണ് ഒരു അമ്മയ്ക്കും 2 മക്കൾക്കും ഈ ദുർഗതി വന്നിരിക്കുന്നത്. കൊല്ലം നെടുമ്പന സ്നേഹാലയത്തിൽ രമണിയും മക്കളായ സ്നേഹ സുനിലിനും സോഹൻ സുനിലിനുമാണ് ഈ ദുർഗതി. അസുഖമായി ഉടുതുണി പോലും ഇല്ലാതെ ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ആ അവസ്ഥയിലെത്തിയപ്പം എൻ്റെ ഭർത്താവ് കൂട്ടുകാരനായിരുന്നു ഈ അവൻ്റെ. അതുകൊണ്ട് മറ്റെല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അമ്മ കൂടെ അങ്ങനെ കളയാൻ പറ്റും, നമുക്ക് അവനെ ചികിത്സിക്കാൻ എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിച്ച് 3.5 വർഷം ചികിത്സിച്ച് അതിനിടയിൽ ചികിത്സ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാതായി. ഈ ആൽഫ്രഡ് സാമുവൽ എന്ന് പറയുന്ന ഡോക്ടറെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പ്രൈവറ്റാണ്. അങ്ങനെ മേടിക്കുന്ന ഗുളികയും അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആഹാരം വേണം. അതും എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് അന്നന്ന് മൈക്കാട് പണിക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന ആളായിരുന്നു. അത് ആ വരുമാനം കൊണ്ടെല്ലാം ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഇവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകരുന്നുണ്ട്. ഡോക്ടർ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് ഗുളിക മുടക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേന് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അവൻ്റെ ചികിത്സ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ താന്നു പോയിക്കൊണ്ടേയിരുന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ ഞാൻ ചെന്ന് ആ ഭാര്യ മക്കളുടെ അടുത്തും ചെന്ന് ആ കാര്യം പറഞ്ഞു. അന്ന് ഇവർ കളഞ്ഞിട്ട് പോയതായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവിടെ വസ്തു കിടപ്പുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 1 രൂപയും ഇല്ല, അവിടെ വസ്തു കിടപ്പുണ്ട്, വിറ്റ് അവനെ ചികിത്സിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആരും അവൻ്റെ വസ്തുവൊന്നും വാങ്ങത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 3.5 വർഷത്തോളം ചികിത്സിച്ച് പൂർണ്ണമായിട്ട് അവൻ നോർമലായി. എല്ലാം അറിയാവുന്നൊരവസ്ഥയിൽ അവനോട് തന്നെ വന്ന് വസ്തുവിൻ്റെ കാര്യം നേരിട്ട് വിലക്കാർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു, അവന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അവൻ കൊടുത്തതാണ്. അസുഖമൊക്കെ മാറിയപ്പോൾ ഈ വീട് ഒറ്റ റൂമേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവ് കൊണ്ടുപോയി ജോലിക്ക് കൊണ്ടുപോയി ആ പണി കൂടെ നിർത്തി പണിയിച്ച് കിട്ടുന്ന പൈസ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന് കൊടുത്തിട്ടാണ് ആ കാണുന്ന ആ റൂമുകളെല്ലാം അങ്ങോട്ട് കെട്ടി എല്ലാ പണി പൂർത്തിയാക്കിയിട്ട് ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളെ വാക്കിന്മേൽ അവർ വന്ന് ഇവിടെ താമസമായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ മദ്യപിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ മദ്യപിക്കുന്ന തുടങ്ങി ഇവിടെ ഇരുന്നുകൊണ്ട് മദ്യപിക്കുമ്പോൾ അപ്പുറത്തുള്ള മൂത്ത സഹോദരനായിരുന്നു അത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുകയും ചെയ്തിട്ട് ഇവൾ വിലയ്ക്കൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ വീണ്ടും അസുഖം കൂടി. നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് കൊണ്ടുപോയി ഗുളിക മേടിച്ച് കൊടുക്കുക, അപ്പോൾ ഒന്ന് കുറയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വസ്തു എഴുതി മേടിച്ച് ഈ കിടക്കുന്ന 6 സെൻറ്റ് വസ്തു അവളെ പേരിലോട്ട് എഴുതി മാറ്റി. പൂർണ്ണമായിട്ട് ഇവൻ ഗുളിയെല്ലാം തീറ്റി അങ്ങ് നിർത്തി. അപ്പോഴത്തേന് ഒരുപാട് ഇതിനിടയിൽ മാനസിക വിഭ്രാന്തി മൂലം ഉടുതുണി പോലും ഇല്ലാതെ നടന്ന അവസ്ഥയിലായ സഹോദരനെ രക്ഷിക്കാൻ പുറപ്പെട്ട രമണിക്കാണ് ഈ ഗതി വന്നിരിക്കുന്നത്. ലോൺ എടുത്താണ് രമണി തന്റെ വീടിന്റെ പണി നടത്തിയത്. വിവാഹിതനാണെങ്കിലും ഈ ഒരു രോഗം നിമിത്തം ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് വേറെയായിരുന്നു താമസം. പിന്നീട് രോഗം ഭേദമായപ്പോൾ പിണങ്ങിപ്പോയ ഭാര്യയും മക്കളും തിരികെ വരികയും അവരുമായി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു രമണിയുടെ സഹോദരനായ രാജേന്ദ്രൻ. അസുഖം ഭേദമായതിനെ തുടർന്ന് മുടങ്ങരുതെന്ന് പറഞ്ഞ ഗുളിക അസുഖം കുറഞ്ഞതിനെ തുടർന്ന് നിർത്തുകയും പിന്നീട് വീണ്ടും ഇദ്ദേഹം പഴയ രോഗത്തിലേക്ക് കടക്കുകയായിരുന്നു. സഹോദരിയായ രമണിയെ അസഭ്യം പറയുകയും ഇവരാണ് തന്നെ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ് രമണിയെയും മക്കളെയും രാജേന്ദ്രൻ ജീവിക്കാൻ അനുവദിക്കാത്തത്. കൂലിജോലിക്കാരനായ സുനിലിന്റെ വരുമാനത്തിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. സുനിലിന്റെ കൂട്ടുകാരനും രമണിയുടെ സഹോദരനുമായ രാജേന്ദ്രനാണ് സ്വന്തം സഹോദരിയാണെന്ന പരിഗണന പോലും നൽകാതെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അന്തിയുറങ്ങാൻ പോലും സമ്മതിക്കാതെ ജനലിന്റെ കണ്ണാടി ചില്ല് തല്ലി തകർക്കുകയും ഇവരുടെ ഇരുചക്ര വാഹനം അടിച്ചു തകർക്കുകയും ചെയ്യുന്നത്. ഞങ്ങളെ
കൊല്ലാനായിട്ട് എപ്പോഴും വരും. അങ്ങനെ ഒരു ദിവസം ഈ വണ്ടിയെ കയ്യിൽ കിട്ടിയ ഞങ്ങളെ കൊല്ലാനായിട്ടൊരു വലിയ തടി എടുത്തുകൊണ്ട് വന്നതാണ്. വന്നിട്ട് കയ്യിൽ കിട്ടിയ വണ്ടി അടിച്ച് പൊട്ടിച്ച് ഞങ്ങൾ അപ്പത്തേക്ക് കയറി അകത്ത് കയറി കതവടച്ച്. ഇതിനു മുമ്പ് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ അമ്മേനെയൊക്കെ കൊല്ലാനായിട്ടൊക്കെ പോകുമായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നുകൊണ്ട് അമ്മ എന്നെ ചികിത്സിച്ച്, അമ്മയും അച്ഛനും കൂടി ചികിത്സിച്ച് ഒരു നോർമലാവുന്ന പേരിൽ ഞങ്ങളിത് കണക്ക് കൊല്ലാൻ വരുന്നു. ഞങ്ങൾ വീട്ടിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഇവിടെ എനിക്കൊരു അനിയനുണ്ട്, അവനെ ഇവിടെ നിർത്താനൊക്കത്തില്ല. ഇത് കണക്ക് ഞങ്ങളെ കൊല്ലാൻ വരുമ്പോൾ അവൻ എന്തെങ്കിലും ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാവും. അങ്ങനെ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളങ്ങനെ അന്ന് ഈ വണ്ടി അടിച്ച് പൊട്ടിപ്പോൾ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മാനസിക രോഗിയാണ്. ഞങ്ങളെന്തോ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ കൊന്നില്ലല്ലോ, അപ്പം ഞങ്ങളെ കൊന്നാലേ കേസുള്ളൂ എന്ന് വെച്ചപ്പോൾ അവർ പറയുന്നത് കൊല്ലട്ട് അന്നേരം ആവട്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതേ രീതിയിലുള്ള മോശമായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളന്നേരം എന്തോ വേണം, ഞങ്ങൾ ജീവനെ പേടിച്ച് എത്രയോ ദിവസം കൊണ്ട് കടയിൽ കിടക്കുക. അവിടെ ആണെങ്കിൽ ഒരു വെള്ളത്തിന് പോലും സൗകര്യമില്ല. ഒരു വീടിട്ടിട്ട് ഞങ്ങൾ അവിടെ കഷ്ടപ്പെടുക കിടന്ന്. ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ബന്ധുക്കളില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ബന്ധുക്കളാരും തിരിഞ്ഞ് നോക്കത്തില്ല. ഞങ്ങളൊരു ബാധ്യതയാണെന്നും പറഞ്ഞു എത്രയൊക്കെ അനുഭവിച്ചിട്ട് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചിട്ടി പാട്ടൊക്കെ മേടിച്ച് കുറച്ച് കൊടുക്കാമെന്ന് വെച്ചത് കൊടുത്തതിൻ്റെ 2ൻ്റെ അന്ന് ഒരാഴ്ചയുടെ അന്നാ വന്ന് ഈ വണ്ടി അടിച്ച് പൊട്ടിക്ക് ഞങ്ങൾ കൊല്ലാനും വന്നു. കൊടുത്താലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. എത്ര രൂപ കൊടുത്താലും ഇടയ്ക്ക് ഇടയ്ക്കടിച്ച് ഞങ്ങൾക്കുള്ള ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല. പോലീസുകാരടുത്ത് പറഞ്ഞാൽ ഇല്ല, ഇവിടെയുള്ള ബന്ധുക്കളാരുമില്ല, ഇവിടെപ്പെട്ട മെമ്പറോ അങ്ങനെ ആരും ഇടപെടത്തില്ല. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഞങ്ങൾക്ക് അമ്മയ്ക്ക് വയ്യാത്തത്, അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ അസുഖമുണ്ടത്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് ആരുമില്ല. അവരെ ഇടയ്ക്ക് കൊല്ലാനൊക്കെ ഓടിക്കും. ഞങ്ങൾ ഒരു ദിവസം കാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രാത്രി കൊല്ലം വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ കാട്ടിനകത്ത് ഒളിച്ചിരുന്ന് പോലീസുകാരെ വിളിച്ചപ്പോൾ അവരെത്ര സമയം കഴിഞ്ഞാൽ വന്നേന്നോ അത്രയും നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ജീവനം പേടിച്ച് അവിടെ ഇങ്ങനെ നിന്നതാണ്. പിന്നെ അവർ വന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി കടയിൽ വിട്ട് 1 മണി 2 മണി സമയത്ത്. എന്നിട്ടും അവർക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ, ഞങ്ങൾ എന്തോ വേണം? എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, മോളുടെ കല്യാണമാവാൻ പോകുന്നത്. അവൾക്ക് 22 വയസ്സ്, എനിക്ക് അവളുടെ അതേ പ്രായമാണ്. ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ ഇത്രയും പഠിച്ചിട്ട് പോലെ എനിക്കിനി പഠിക്കാൻ പോലും ഒരു സൗകര്യ സമാധാനം ഒന്നുമില്ല. എപ്പോഴും ജീവനെ പേടിച്ച് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റുന്നില്ല. ഈ വീട് കണ്ടിട്ട് എത്ര ദിവസമായി. ഞങ്ങൾക്ക് ഇവിടെ കയറാൻ എന്തേലും ചെയ്ത് സഹായം ചെയ്ത്. വീട് ലോൺ എടുത്ത് വെച്ചത് കാരണം ജപ്തി നടപടിയായതിനെ തുടർന്ന് കടം വീട്ടുന്നതിന് വേണ്ടി രമണി വിദേശത്ത് ജോലിക്ക് പോയിരുന്നു. എന്നാൽ 4 മാസം കഴിഞ്ഞപ്പോൾ സുനിലിന്റെ മരണത്തെ തുടർന്ന് രമണിക്ക് നാട്ടിലേക്ക് തിരികെ വരേണ്ടി വരികയും ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് പള്ളിമൺ കിഴക്കേക്കരയിൽ ലോട്ടറി കച്ചവടവും ചായക്കടയും നടത്തിയാണ് ഈ അമ്മയുടെയും മക്കളുടെയും ഉപജീവന മാർഗം. വീട്ടിലേക്ക് പോകാൻ നിവൃത്തിയില്ലാത്തതിനാൽ കച്ചവടത്തിന് വേണ്ടി വാടക കെട്ടിടത്തിലാണ് പ്രായപൂർത്തിയായ മക്കളെയും കൊണ്ട് സുരക്ഷിതമായ ഒരു വീടുണ്ടായിട്ട് പോലും അന്തിയുറങ്ങാൻ സാധിക്കാതെ അവിടെ അഭയം തേടേണ്ടി വന്നിരിക്കുന്നത്. വഴക്കു കൂടുമ്പോഴൊക്കെ രാജേന്ദ്രൻ രമണിയുടെ മക്കളായ സ്നേഹയോടും സോഹനോടും നിങ്ങളുടെ അച്ഛനെ ഇതുപോലുള്ള ഒരു കുപ്പിയിലെ സാധനം നൽകിയാണ് കൊന്നതെന്നും അതുപോലെ നിങ്ങളെയും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമാണ് എന്നും ഇവർ കണ്ണീരോടെയാണ് സ്നേഹ സുനിൽ പറയുന്നത്. ചീത്തയൊക്കെ കൂട്ടി മിണ്ടാതിരുന്നോണ്ട് നിന്റെ അച്ഛനെ കുഴി വെച്ചത് കണക്ക് നിന്നെ ഞാൻ കുഴി വെക്കുമെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഇത് കണക്ക് ഇത് തുടങ്ങിയ സമയത്തായിരുന്നു, വീണ്ടും നോർമൽ അല്ലാതായി തുടങ്ങിയ സമയത്തും അവിടുന്ന് എന്തോ കിടക്കാനൊക്കെ പോയിട്ട് എന്തോ ഒരു കുപ്പി കണക്ക് എന്തോ ഒരു മരുന്നിൻ്റെ സാധനം കൊണ്ടുവന്നിട്ട് എൻ്റെ കൈ കാണിച്ചിട്ട് പറയും ഇതേ കണക്കൊരു സാധനമാണ് നിൻ്റെ അച്ഛൻ്റെ വയറ്റിൽ പോയത്, ഇതേ കണക്കൊരു സാധനം കണ്ട നിൻ്റെ അച്ഛൻ്റെ വയറ്റിൽ പോയെന്ന്. അങ്ങനെ അവൻ മരിച്ചത്. ഒരു ദിവസം എന്നെ ഇവിടെ നിന്നപ്പോൾ എന്നെ വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ അടുത്ത് പറയാം ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞു. അങ്ങനെ ഈ 3 വാചക സംശയത്തിന്റെ നിഴലിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇവരെ വീട്ടിൽ നിന്നാണ് അന്ന് ആഹാരം കൊടുക്കുന്നത്. അന്ന് രാത്രിയിൽ ഒരു 12 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഇവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് അറിഞ്ഞത്. വെളുപ്പിന് 6 മണിക്ക് ഇവിടുന്ന് കൊണ്ടുപോയി. അവിടുന്ന് ആഹാരം കഴിച്ച് ഇവിടെ വന്ന് കിടന്നതാണ്.
വെളുപ്പിനെ 6 മണിക്ക് ഛർദിയും എല്ലാം കൂടെയൊക്കെ ആയിട്ട് അവിടെ ഈ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഒരു 6 മണി, വൈകിട്ട് 6 മണിയോളം ആ ഹോസ്പിറ്റലിൽ ഇട്ടിരുന്നു. അവർ ഇതൊക്കെ ട്രിപ്പൊക്കെ ഇട്ടിരുന്നു. ഒടുവിൽ കൂടിയപ്പം കൊല്ലത്ത് കൊണ്ട് ചെന്ന് അവിടെ ഡോക്ടർ കണ്ട മാത്രമല്ല കണ്ട് പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കലിൽ കൊണ്ട് ചെന്ന് നേരെ അവർ വെൻറ്റിലേറ്ററിലോട്ട് കയറ്റിയതാണ്. 4 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്ന. എന്നോട് പറഞ്ഞില്ല കൃത്യമായിട്ടൊന്നും, ആരും ഒന്നും പറയുന്നില്ലായിരുന്നു കൃത്യമായിട്ട്. ചെന്നപ്പം ഒരു കാര്യം പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അമ്മായിയമ്മ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ പറഞ്ഞ്, പിന്നെ അവനെന്തോ മാരകമായ കീടനാശിനി പോലെ എന്തോ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നിത്യവൃത്തിക്ക് പോലും വക കണ്ടെത്താൻ പാടുപെടുന്ന രമണിയും മക്കൾക്കും വാടക നൽകാത്തതിന്റെ പേരിൽ ഉപജീവനമാർഗമായ കടയിൽ നിന്നും ഇറങ്ങി നൽകണമെന്നാണ് കടയുടമസ്ഥന്റെ അന്ത്യശാസനം ഒരിടത്ത്. സഹോദരനെ കൊണ്ട് പൊറുതിമുട്ടിയ രമണി പഞ്ചായത്ത് മെമ്പർക്കും കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ള ആൾക്ക് നേരെ നടപടിയെടുക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നതെന്നും രമണിയും മക്കളും കണ്ണീരോടെയാണ് പറയുന്നത്. രമണിയുടെയും മക്കളുടെയും അവസ്ഥ കണ്ട് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കഴിയാൻ വേണ്ടുന്ന സഹായം ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് ചെയ്തു നൽകിയാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. രമണിയും മക്കളും സ്വന്തം വീട്ടിൽ കയറി താമസിച്ചാൽ മാനസിക വിഭ്രാന്തിയുള്ള രാജേന്ദ്രൻ ഇവരെ ആക്രമിക്കുന്നതിനേക്കാളും വാർഡ് മെമ്പറും ആ പ്രദേശത്തെ ആൾക്കാരും വിചാരിച്ചാൽ ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ആ അമ്മയ്ക്കും മക്കൾക്കും സുരക്ഷിതമായി ജീവിക്കാനും പറ്റും. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം.